നമ്മൾ ആഗ്രഹത്തോടെ ഇന്ന് പ്രാർത്ഥിച്ചാൽ ഇതുപോലുള്ള അത്ഭുതങ്ങൾ യേശുവിൻ്റെ നാമത്തിൽ ഇന്ന് നമ്മുടെ ഭവനങ്ങളിൽ സംഭവിക്കാൻ കർത്താവ് തിരുവള്ളമാകും. ഒരത്ഭുതം. ദേ തളർന്നു വന്ന കൊച്ചു എഴുന്നേറ്റ് നടക്കുന്നു. മോനെ, തളർന്നു വന്ന കൊച്ചു എഴുന്നേറ്റ് സ്റ്റേജ് വന്നിരിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. ഇന്ന് പ്രഭാതത്തിൽ നിങ്ങൾ കുറച്ച് പേര് കണ്ടിട്ടുണ്ടാവും, നടു നിലത്ത് നിൽക്കാൻ പറ്റില്ല, കൊച്ചിന് ഭയങ്കര വേദനയും. ആ സമയത്ത് വന്ന് ഞാൻ കുറച്ച് സമയം പ്രാർത്ഥിച്ചു, കണ്ണുനീരോടെ പ്രാർത്ഥിച്ചു, ഇവരും പ്രാർത്ഥിച്ചു. അതിന് സമയം ഇവർ പറയുന്നത് പിന്നീടുള്ള സ്തുതിപ്പിൻ്റെ സമയത്ത് കൊച്ചിനവിടെ കിടത്തിക്കൊണ്ട സമയത്ത് ഇവിടുന്ന് അച്ഛൻ മെസ്സേജ് പറഞ്ഞു. ആ സമയത്ത് കൊച്ചിന് ശരീരത്തിലേക്ക് കറണ്ട് അടിച്ചു. അപ്പോൾ അവൻ എഴുന്നേറ്റ് നിന്നു. എനിക്കിത് ശരിക്കും വ്യക്തമായിട്ട് തെളിവുള്ളതാണ്. നിങ്ങൾ കുറച്ച് പേര് കണ്ടതുമാണ്. ഇവരെ ഐസിന്ന് ഉപേക്ഷിച്ച് വിട്ടതാ, രക്ഷയിലെന്ന് പറഞ്ഞു ഇറക്കി വിട്ടതാ അവര്. കഴിഞ്ഞ 6 മാസമായിട്ട്, അതായത് ജൂണിൽ സ്കൂൾ തുറന്ന നാളിൽ ഇവർ സ്കൂളിൽ എത്താൻ പറ്റാതെ ആശുപത്രികളിൽ കയറി ഇറങ്ങി നടന്നുകൊണ്ടിരുന്ന ആളുകളാണ്. ഈ അടുത്ത നാളിലും കൂടെ ഞാൻ ഇവരെ മെഡിക്കൽ കോളേജിൽ പോയി കണ്ടിരുന്നു. സ്കൂളിൻ്റെ ഒരു ചെറിയ തുക അവർക്ക് സംഭാവനയായിട്ട് കൊടുത്തിരുന്നു സ്കൂളിൽ നിന്ന്. അന്ന് ഞാൻ ചെല്ലുമ്പോൾ ഈ കുട്ടിക്ക് എഴുന്നേറ്റ് നടക്കത്തില്ലായിരുന്നു, ICUവിൽ തളർന്ന് കിടക്കുമായിരുന്നു. ചേട്ടൻ എന്നോട് കരഞ്ഞുകൊണ്ട് പറഞ്ഞതാണ്. അന്ന് ചേട്ടൻ ഇങ്ങനെ പറഞ്ഞു, ഇനിയിപ്പോൾ അത് മാത്രമേ ഉള്ളൂ രക്ഷയുള്ളൂ എന്ന് അങ്ങനെ ഞങ്ങളോട് പറഞ്ഞും കൂടെ വിട്ടതാണ്. പ്രാർത്ഥന മാത്രമേ ഉള്ളൂ രക്ഷയുള്ളൂ എന്ന് ഞാൻ പ്രാർത്ഥിച്ചോളാൻ പറഞ്ഞിരുന്നു. ഇപ്പോൾ സംസാരിച്ചത് കുട്ടിയുടെ സാറാണ്, കുട്ടി പഠിക്കുന്ന സ്കൂളിലെ സാറാണ് ഈ സംഭവം കണ്ട് ഇപ്പോൾ വന്ന് നമ്മളോട് പറയണത്. ഉച്ചത്തിൽ പറഞ്ഞ ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. മോൻ എത്ര നാളായി ഇങ്ങനെ തളർന്ന് കിടക്കാൻ തുടങ്ങിയിട്ട്? 3 മാസമായിട്ട് വെള്ളം മാത്രം കുടിച്ച് ജീവിക്കുന്നവൻ. വെള്ളം ജ്യൂസ് മാത്രം 3 മാസമായി. വായിക്കാവ് മൊത്തം പഴുത്ത് പൊട്ടി ഒലിച്ച് പഴുപ്പായിരുന്നു, ഒന്നും കഴിക്കത്തില്ല. 3 മാസമായിട്ട് ഭക്ഷണം കഴിക്കത്തില്ലായിരുന്നു, ജ്യൂസ് മാത്രം. ഭക്ഷണം എല്ലാം കഴിച്ചു തുടങ്ങി, കഞ്ഞിയെല്ലാം കുടിച്ചു. കഞ്ഞിയെ കുടിച്ചു, ചോറുണ്ട് പറഞ്ഞപ്പോൾ. അവർ രക്ഷയില്ലെന്ന് പറഞ്ഞു വിട്ടത് ആശുപത്രിയിൽ നിന്ന്. ഞാൻ കൊണ്ടുവന്ന അച്ഛനെ ഞാൻ പള്ളി അപ്പഴായിരുന്നു, അവിടെ കിടത്തേക്ക് പറഞ്ഞു. അവൻ വിളിച്ച് പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഇവന് കറണ്ട് അടിക്കുമെന്ന് പറഞ്ഞു. പെട്ടെന്ന് ഇവൻ ചാടി സമയത്ത് ഞാൻ പെട്ടെന്ന് എണീപ്പിച്ച കയ്യെ പിടിച്ച്. അപ്പോൾ തന്നെ അവൻ എണീറ്റു. കറണ്ട് അടിക്കുമെന്ന് പറഞ്ഞു. അച്ഛൻ പറഞ്ഞു കഴിഞ്ഞപ്പോൾ കയ്യെ പൊക്കാൻ തുടങ്ങി. കൈ അനക്കത്തെ തളർന്നെടുത്ത് വണ്ടി കിടത്തി കൊടുത്ത് ബെട്ടേറ്റ് കൊണ്ട് വണ്ടി കിടത്തി. തളർന്ന കുട്ടീനെ അവർ 2 കയ്യിൽ എടുത്തുകൊണ്ട് വന്നതാണ്. അപ്പോൾ സ്തുതിപ്പിൻ്റെ സമയത്ത് ഇങ്ങനെ തളർന്ന കൈകളും കാലുകളും ശക്തി പ്രാപിക്കുന്നത് പറഞ്ഞപ്പം പപ്പ കറണ്ട് അടിക്കണമെന്ന് പറഞ്ഞു കുട്ടി. ഉടനെ അപ്പം പറഞ്ഞത് എഴുന്നേറ്റ മോനെ എന്ന് പറഞ്ഞു. ആ സമയത്ത് സൗഖ്യം പ്രാപിച്ചു. പിന്നെ പോയി കഞ്ഞി കുടിച്ചു. 3 മാസമായിട്ട് വായിൽ ഇതായതുകൊണ്ട് കഞ്ഞി കുടിക്കാൻ ഭക്ഷണം ഒന്നും വെള്ളം മാത്രമേ കൊടുക്കാറുന്നുള്ളൂ. പിന്നെ പോയി കഞ്ഞി കുടിച്ചു അല്ലേ. നിന്റെ പേരെന്നാ? ചാൾസ്. നിനക്ക് സന്തോഷമാണോ? ഇപ്പൊ നിനക്ക് സ്തുതിക്കുന്ന സമയത്ത് എന്താ കറണ്ട് അടിക്കുന്ന പോലെ തോന്നി. ആണോ? അപ്പൊ കൈ കാലം അനങ്ങാൻ തുടങ്ങി. എല്ലാവരും ഇതിനെ കണ്ടോ, അങ്ങോട്ട് തിരിഞ്ഞു നിന്ന് എല്ലാവരും ഇതിനെ കണ്ടോട്ടെ. നിന്റെ പേര് ഒന്നും കൂടെ പറ. ചാൾസ് ജോസഫ്. നിനക്ക് സന്തോഷമാണോ? സന്തോഷം. എത്ര നാളായി ഇങ്ങനെ കിടക്കാൻ തുടങ്ങിയിട്ടല്ലേ? 2-3 മാസമായില്ലേ? ബാക്കി കർത്താവ് എത്രയോ ഒരു അത്ഭുതം. നമ്മളിവിടെ സ്തുതിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ ആ രോഗക്കിടക്കയിലേക്ക് കർത്താവ് ചെന്ന് കുട്ടി അവിടെ നിന്ന് നടന്ന് ഇങ്ങോട്ട് പോകുന്നു. കരങ്ങൾ ഉയർത്തി ഉച്ചത്തിൽ സ്തുതിച്ചാലോ? തപ്പുകളാലെ കർത്താവേ, മഹത്വത്തിന്റെ രാജാവേ, ഗ്ലോറി, ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ, 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 യേശുവേ.
വിശ്വസിക്കാനാവാത്തൊരത്ഭുതം ദൈവം ചെയ്തിടുമേ. പറഞ്ഞാലാർക്കും വിശ്വസിക്കാനാവാത്തൊരത്ഭുതം